പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് മഹത്വവാനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സകല ബഹുമാനത്തിനും ആദരവിനും പുകഴ്ചയ്ക്ക് യോഗ്യൻ യേശു മാത്രം. നമ്മുടെ ആരാധ്യ വസ്തുവായവൻ, സകല രാജ്യങ്ങളുടെയും മനോഹര വസ്തുവായ കർത്താവ്, ശാരോനിലെ പനിനീർ പുഷ്പം, കർത്താവിനെ ഉയർത്തി ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സമയൊട്ടും കളയാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ച ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 14 അധ്യായം 24 വാക്യം. The book of Numbers chapter 14 verse 24. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഇന്ന് രാത്രി കേട്ടത്. ഒരു മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം. ഇപ്രകാരം സാക്ഷ്യം പ്രാപിച്ച ഒത്തിരി ഭക്തന്മാർ ദൈവവചനത്തിനകത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കാലേബ്. പഴയ നിയമത്തിലെ അടുത്ത ഒരു സാക്ഷ്യം പ്രാപിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഇയ്യോബാണ്. പഴയ നിയമ ഭക്തന്മാരെ പലരെയും നമ്മൾ അടുത്തു പരിചയിച്ചാൽ നമുക്കിന്നുള്ളതുപോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യമോ അങ്ങനെ ഒരു ശക്തിയോ ഒന്നും അവർക്ക് സ്വായത്തമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തവരായിരുന്നു. പഴയ നിയമം നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കഴിയുന്ന അനേക നല്ല ഗുണങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കാലേബ്, എൻ്റെ ദാസനായ കാലേബ്, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ പല വേർഷൻസും പറയുന്ന വാക്യം പറയട്ടെ: But because my servant Caleb has a different spirit and follows me wholeheartedly, I will bring him into the land he went to, and his descendants will inherit it. മലയാളം ബൈബിളിൽ നമ്മൾ കാണാത്തൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ ദാസനായ കാലേബോ, അവനൊരു വ്യത്യസ്ത ആത്മാവായിരുന്നു. അതാണ് എൻ്റെ കറക്റ്റ് മീനിങ്. കാലേബ് ഹാസ് എ ഡിഫറെന്റ് സ്പിരിറ്റ്. ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയത്തിൻ്റെ ഉൾപ്പൂവുകളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം കാലേബ് എന്ന മനുഷ്യനെ പറ്റി പറയുകയാണ്. അവൻ വേറൊരു സ്വഭാവമുള്ളവനാണ്. അവൻ പൂർണ്ണമായി അനുസരിക്കുന്നവനാണ്. ദൈവമക്കളെ, ഈ കാലേബിൻ്റെ ഡിഫറൻറ്റ് സ്പിരിറ്റ് എന്നുള്ളത് ഇന്ന് രാത്രി നമുക്കൊന്ന് ധ്യാനിക്കാം. ഹി ഹാസ് എ ഡിഫറെന്റ് സ്പിരിറ്റ്, വേറൊരു ആത്മാവ്. അതെന്താ കർത്താവ് കാലേബിനെ പറ്റി അങ്ങനെ പറയുന്നത്? നമുക്കറിയാം അതിൻ്റെ റീസൺ. ഒരു മെജോറിറ്റി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായി നിന്നപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവരൊരു വലിയ ടെസ്റ്റിങ്ങിലൂടെ പോവുകയാണ്. അവർ 40 വർഷം മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. എക്സ് സ്ലേവ്സ്, ഇന്നലകളിലെ അടിമകൾ എന്നുള്ള പദവിയിൽ നിന്നും ദൈവം അവർക്ക് സ്വന്തമായി ഒരു രാജ്യത്തെ കൊടുക്കുവാൻ, ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് അവർ പ്രയാണം ചെയ്യുമ്പോൾ ആ പ്രോമിസിനെ തള്ളിക്കളഞ്ഞ വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ ദൈവത്തിനു വേണ്ടി വ്യത്യസ്തനായി നിന്ന മനുഷ്യനായിരുന്നു കാലേബ്. കാലേബ് എന്ന വാക്കിന്റെ അർത്ഥം ഞാനൊന്ന് റെഫർ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. എബ്രായ ഭാഷയിൽ കാലേബ് എന്ന വാക്കിന്റെ അർത്ഥം നായ എന്നാണ്, ഡോഗ്. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. It was somebody
that follows his master. ഈ ഒരു പേരിന്റെ ബേസില് സ്പർജൻ എന്ന മനുഷ്യൻ, പ്രസംഗങ്ങൾ പ്രഭുവായ സ്പർജൻ പറഞ്ഞിരിക്കുന്നത്, ഒരു വേട്ടക്കാരന്റെ കൂടെ ഒരു കുതിര ഉണ്ടാകും. ആ കുതിര വേഗത്തിൽ ഓടുമ്പോൾ ആ വേട്ടപ്പട്ടിയും ആ കുതിരയോട് കൂടെ ഓടും. കുതിരയോട് ചേർന്നായിരിക്കും ഓടുന്നത്. കാരണം ഇത് യജമാനനോടുള്ള ലോയൽറ്റിയാണ്. യജമാനനോടുള്ള കൃതാർത്ഥത വെച്ചിട്ടാണ് ഈ നായ്ക്കുട്ടി ഈ കുതിരയുടെ കൂടെ ഓടുന്നത്. പക്ഷേ ഓടുമ്പോൾ ചിലപ്പോൾ ചവിട്ട് കൊള്ളുമായിരിക്കും, കുതിരക്കാലിൻ്റെ തൊഴി കിട്ടുമായിരിക്കും. പക്ഷെ ഈ നായ്ക്കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. സ്പർജൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കാലേബ് എന്ന മനുഷ്യൻ ഇതേപോലെ തന്നെയായിരുന്നു. അവന്റെ മുഴുഹൃദയത്തോടെ, ഇൻ ഹിസ് whole heart he trusted his master. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കാദേശ് ബർണയിലേക്ക് പോകുവാൻ 11 ദിവസത്തെ വഴിയേ ഉള്ളൂ. അവരവരുടെ വാഗ്ദത്തത്തോട് വളരെ അടുത്തിരിക്കുകയാണ്. ദൈവം അവരുടെ ഒബീഡിയൻസ്, അവരുടെ അനുസരണവും അവരുടെ ലോയൽറ്റിയും ഒക്കെയാ ചോദിച്ചത്. ദൈവം വേറെ ഒന്നും ചോദിച്ചില്ല അവരോട്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് പ്രതീക്ഷിച്ചത് ദൈവത്തോടുള്ള വിധേയത്വവും ദൈവത്തോടുള്ള അനുസരണവുമാണ്. നമ്മൾ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, കർത്താവ് പറഞ്ഞു 12 പേരെ തെരഞ്ഞെടുത്ത് ദേശം ഒറ്റുനോക്കാനായിട്ട് വിടണം. അവർ 40 ദിവസം കൊണ്ട് അവിടെ എത്തി. ആ 12 പേരും തിരിച്ചു വന്നത് റിപ്പോർട്ടുകളുമായിട്ടാണ്. 1-ാമത്തെ പോയിന്റ് എല്ലാവരുടെയും ശരിയായിരുന്നു. കാരണം ദൈവം പറഞ്ഞതുപോലെ ഇറ്റ്സ് എ പ്രോസ്പെറസ് ലാൻഡ്. എല്ലാവർക്കും ഒരുപോലത്തെ മറുപടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമുണ്ടായിരുന്ന അഭിപ്രായം വ്യത്യാസമായിരുന്നു. ആ ഒറ്റുനോക്കാൻ പോയ 12-ൽ 10 പേരും പറഞ്ഞു, അവിടെ മല്ലന്മാരുണ്ട്, അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടിക്കിളികളെ പോലെയാണ്. We are grasshoppers. Their cities are very fortified. അടച്ചു കെട്ടുറപ്പുള്ള പട്ടണമാണ് അവരുടേത്. ശക്തന്മാരായ മല്ലന്മാരാണവർ. കാലേബ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ കോപിപ്പിക്കരുത്. പ്ലീസ് ഡോണ്ട് അനോയ് ഗാഡ്. We can win. നമുക്ക് ജയിക്കാൻ പറ്റും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മല്ലന്മാരെ പിടിച്ചടക്കാൻ പറ്റും. ദൈവമക്കളെ, ഞാൻ ചിന്തിക്കുന്നത് കാലേബിനെ മറ്റുള്ളവർ ആക്ഷേപിച്ചു കാണും. എപ്പോഴും ഇന്നെന്ന കാലഘട്ടത്തിൽ പോലെ ഒരു മെജോറിറ്റിയുടെ വാക്ക് കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. കഴിഞ്ഞൊരു ദിവസം ഒരാൾ പറഞ്ഞു, ഒരു കള്ളം 100 വട്ടം പറയുമ്പോൾ ജനങ്ങളത് വിശ്വസിക്കും, ഒരുത്തനെങ്കിലും വിശ്വസിക്കും. കേട്ട ജനങ്ങൾ മുഴുവൻ അവർ കൊണ്ടുവന്നത് ഫാക്റ്റ് ആകയാൽ, അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് മാനുഷികമായ രീതിയിൽ കണ്ട് അവരുടെ ഹൃദയം കലങ്ങി, അവരുടെ ഹൃദയം ഉരുകുമാറായി. എന്തിനാ ദൈവമേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? അവർ തങ്ങിൽ തന്നെ ചിത്രിക്കുവാൻ തുടങ്ങി. മെജോറിറ്റി പറഞ്ഞു നടക്കത്തില്ല. ദൈവമക്കളെ, ആമേൻ, ജോഷുവയെയും കാലേബിനെയും ജനങ്ങൾ ഒരുപക്ഷെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞു കാണും, മോട്ടിവേഷണൽ പ്രീച്ചർ, ന്യൂ ജനറേഷൻ എങ്ങനെയൊക്കെ കളിയാക്കി കാണും. അവരെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശ്രമിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പക്ഷെ ഒരു കാര്യമാ, ഞാൻ എൻ്റെ ദൂതിലേക്ക് കടക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇടയിൽ പ്രവർത്തിപ്പാൻ ആരംഭിച്ചു. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. കാലേബിന്റെ പ്രതികരണവും
ജനങ്ങളുടെ പ്രതികരണവും എല്ലാം ദൈവം ശ്രദ്ധിക്കുകയായിരുന്നു. സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കായിക നിമിത്തം, സ്തോത്രം, ഞാൻ സത്യം ചെയ്തുള്ള ദേശത്ത് അവർ കാണുകയില്ല, എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. ദൈവം പറഞ്ഞു, എന്നെ നിരസിച്ചവർ അത് കാണത്തില്ല. ദൈവമക്കളെ, ഈ ഭാഗത്തു നിന്ന് ശാന്തമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എത്രയോ തവണ നമ്മുടെ അപ്പനെ നമ്മൾ നിരസിച്ചു. എത്രയോ തവണ കർത്താവിനെ നമ്മൾ തള്ളിക്കളഞ്ഞു. എത്രയോ തവണ ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമ്മൾ സംശയിച്ചു. എത്രയോ തവണ നമ്മൾ പിന്തിരിഞ്ഞു ഓടി. പക്ഷെ അവിടെയെല്ലാം ആർദ്രതയോടെ നമ്മളെ ചേർത്ത് പിടിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവരോട് കർത്താവ് പറഞ്ഞു, വാഗ്ദത്തത്തിൽ നിന്നെ കേട്ടത്തില്ല, നീ എന്നെ നിരസിച്ചത് കൊണ്ട്. ദൈവമക്കളെ, വലിയൊരു ക്രൗഡ് ചിലപ്പോ നെഗറ്റീവ്സ് പറഞ്ഞു നിന്നിരിക്കും, മെജോറിറ്റി ചിലപ്പോ നെഗറ്റീവ് പറഞ്ഞു നിന്നിരിക്കും. പക്ഷെ നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ സ്വപ്നം വ്യത്യാസമാണ്. ഹല്ലേലൂയ. ഇന്നലത്തെ ദൂതുമായി വളരെ സാമ്യമുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്. ദൈവം ഇടപെട്ടു. ആമേൻ, സ്തോത്രം. താങ്ക് യു ജീസസ്. അവരെ ആ വാഗ്ദത്തത്തിന്റെ അടുത്തെത്തിയിട്ട് പോലും അവർക്ക് ആ വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. വളരെ വേദനാജനകമായ കാര്യമാണ്. വാഗ്ദത്തത്തിന്റെ അടുത്തെത്തിയിട്ട് അവർ ദൈവത്തെ നിരസിച്ചത് നിമിത്തം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ കയറാൻ പറ്റിയില്ല. സോ നമുക്ക് മടങ്ങി വരാം. കാലേബ് ഹാസ് എ ഡിഫറെന്റ് സ്പിരിറ്റ്. കാലേബിന് വേറൊരു ആത്മാവുണ്ടായിരുന്നു. ദൈവമക്കളെ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി നിന്ന ചിലരുടെ സ്വഭാവത്തെ ദൈവം ബ്രാൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ വിശ്വാസവീരനായിരുന്ന അബ്രഹാമിനെ പറ്റി പറഞ്ഞു. അബ്രഹാമിന്റെ വിശ്വാസം, ദാനിയേലിന്റെ പ്രാർത്ഥന, ദാവീദിന്റെ സ്നേഹം. ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡുണ്ട്. ഓരോരുത്തരെ അതിനുവേണ്ടി ബ്രാൻഡ് ചെയ്തിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മളെപ്പറ്റി ദൈവം പറയുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ പറ്റി അങ്ങനെ പറയുമോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി സ്വർഗം അങ്ങനെ പറയുമോ? കാലേബിനെ പറ്റി ദൈവം സാക്ഷ്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായത്, കാലേബ് വാസ് വെരി ഫോക്കസ്ഡ്. കാലേബ് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ വാഗ്ദത്ത നാട്ടിലൊക്കെ ഫിക്സ് ചെയ്തിരിക്കുമായിരുന്നു. മറ്റു ജനങ്ങൾ, ഇസ്രായേൽ മക്കൾ മുഴുവൻ പിമ്പിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം മുമ്പിലോട്ട് നോക്കി. ഇസ്രായേൽ ജനം വായിൽ ഇറച്ചിയിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ കളിയാക്കിയപ്പോ, ദൈവത്തെ നിന്ദിച്ചപ്പോ, ദൈവത്തോട് പിറുപിറുത്തപ്പോ, ദൈവത്തിന്റെ കോപത്തിന് പാത്രീഭൂതരായപ്പോൾ കാലേബ് കിട്ടിയതിനെല്ലാം നന്ദി പറഞ്ഞു. സ്തോത്രം. കാലേബിന് അതല്ലായിരുന്നു വിഷയം. കാലേബിന് അറിയാമായിരുന്നു, I am focused on the promise of God. Even though majority rejected him, he was not a crowd pleaser. He was rejected by his own people, but he alone came in the acceptance of God. He came into the dream of God, promise of God. ദൈവമക്കളെ, നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പം ജനക്കൂട്ടം നമ്മളെ തള്ളിക്കളഞ്ഞിരിക്കും. നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെ നമ്മളെ തള്ളിക്കളഞ്ഞിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു ഫോക്കസ് ഉണ്ടാകണം. സ്തോത്രം. അവർ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നവരാ. ഇവരെല്ലാവരും ഒരുമിച്ചാ വന്നത്. ഇവരെല്ലാം ഒരേ ആഹാരമാ കഴിച്ചത്. പക്ഷേ ആമേൻ, സ്തോത്രം, ഈ മനുഷ്യന്റെ വീക്ഷണം, ഈ മനുഷ്യന്റെ ഫോക്കസ് വ്യത്യാസമായിരുന്നു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന് അവർ കനാൻ നാട്ടിലേക്കുള്ള യാത്ര പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജീവിതത്തിന് നിഴലാണ്. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ പുണ്യാഹ രക്തം കൊണ്ട് നമ്മളെ വിലക്കി വാങ്ങി ആട്ടിൻകുട്ടിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് നാം മരുഭൂമിയിലൂടെ നടക്കുകയാണ്. എവിടേക്കാണ് നാം പോകുന്നത്? നിത്യ തുറമുഖത്തേക്കാണ് നാം യാത്ര ചെയ്യുന്നത്.
ഫിക്സ് യുവർ ഐസ് ഓൺ ദ പ്രോമിസ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ശാന്തവും വ്യക്തവുമായി പറയുവാനുള്ള ഒറ്റ കാര്യം, ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. ആ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. കൊലോസ് ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പൗലോസ് ലീഗ പറയാ, ഉയരത്തിലുള്ളത് കാംക്ഷിപ്പീൻ. Things on above. That is the scale. Thank you Jesus. അങ്ങനെയാണ് ദൈവമക്കളെ, രാത്രി നമ്മളെ തടയുന്ന, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പരാജയത്തിന്റെ ഓർമ്മകളെ നമുക്ക് പുറകിലേക്ക് എറിഞ്ഞു കളയാം. താങ്ക് യു ജീസസ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടതാണ് ഒരു വീഡിയോ ക്ലിപ്പ്. ഈ വർഷത്തെ ആണോ എനിക്കറിയില്ല. 2 ഓട്ടക്കാർ തമ്മിൽ ഇടിച്ച് ഓട്ടക്കളത്തിൽ വീഴുന്നു. ഒരാൾ എഴുന്നേറ്റ് മറ്റേ ആളിനോട് സോറി പറയുന്നു. എന്നാൽ അവർ രണ്ടുപേരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ എന്തായാലും പരാജയപ്പെട്ടു, പക്ഷെ വി വിൽ ഫിനിഷ് ദ റേസ്. അവര് തട്ടി വീണ ആള് മറ്റേ ആളിനെ കൈക്ക് പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഓടി ആ ലൈൻ ക്രോസ് ചെയ്തു. ദൈവമക്കളെ, രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, യു ഹാവ് ടു ഫിനിഷ് യുവർ റേസ്. താങ്ക് യു ജീസസ്. ചിലപ്പോൾ തട്ടി വീണെന്നിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വീഴ്ത്തിയെന്നിരിക്കും, നിങ്ങൾ കാരണം ചിലർ വീണെന്നിരിക്കും, പക്ഷെ അവിടെ കിടക്കരുത്. താങ്ക് യു ജീസസ്. ആമേൻ. ഈ ഓട്ടത്തെ വിജയകരമായി പൂർത്തീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വളരെ പവർഫുൾ ആയിട്ടൊരു വേഴ്സ് ഉണ്ട്. പഴയ നിയമത്തിലെ വാക്യമാണെന്ന് ഓർത്തോണം. 2 ദിനവൃത്താന്തം 16:9. സ്തോത്രം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് സെർച്ച് ചെയ്യുകയാണ്, എന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നത് ആരാണ്, അവനെ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഏത് ചാരക്കണ്ണ് അടഞ്ഞുപോയാലും അടഞ്ഞുപോകാത്ത അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള കർത്താവ് നോക്കുകയാണ്, തന്നിൽ ആരാണ് ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നത്. Who is focused on Jesus? Thank you Jesus. അവരെ ശക്തീകരിക്കുന്ന ദൈവം. കാലേബിന് വേറെ ഒന്നും വിഷയമല്ലായിരുന്നു. കാലേബ് was focused in the promised land. അദ്ദേഹത്തിന്റെ വിഷയം ദൈവം ചെയ്ത വാഗ്ദത്തമായിരുന്നു. ഒന്ന്, കാലേബിന്റെ ഫോക്കസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു. 2-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവിൽ പറയട്ടെ, കാലേബ് ഹാഡ് എ ബിഗ് ഹാർട്ട്. ഒരു വലിയ ഹൃദയത്തിനുടമയായിരുന്നു. യോശുവയെ ദൈവം മോശയുടെ പിന്തുടർച്ചക്കാരനായി തിരഞ്ഞെടുക്കുമ്പോ കാലേബ് മുറുമുറുക്കുന്നില്ല, കാലേബ് പരാതി പറയുന്നില്ല, കാലേബ് സംഘം കൂടുന്നില്ല, കാലേബ് വോട്ട് പിടിക്കുന്നില്ല, കാലേബ് മഞ്ഞപ്പത്രം ഇറക്കുന്നില്ല. ദൈവത്തിന്റെ വചനപ്രകാരം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രയാണം തുടങ്ങിയത്. അവർ രണ്ടുപേരും പോസിറ്റീവ് റിപ്പോർട്ടുമായിട്ടാണ് വന്നത്. രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ. ഓർത്തോണം, യോശുവയും കാലേബും. നല്ല റിത്തമിക്കായിട്ടുള്ള പേരാണ്. യോശുവയെ പറ്റി ഓർക്കുന്നവർ കാലേബിനെ പറ്റി ഓർക്കും, കാലേബിനെ പറ്റി ഓർക്കുന്നവർ യോശുവയെ ഓർക്കും. പക്ഷേ നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു കാലേബ്. കാരണം ദൈവം മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ, അവരുടെ അവകാശത്തെ വീതിച്ചു കൊടുക്കുവാൻ നേതാവായി, എണ്ണപ്പെട്ട നേതാവായി 1-ാം സ്ഥാനത്തേക്ക് യോശുവയെ ഉയർത്തിയപ്പോ കാലേബിന്റെ മുഖം വാടിയില്ല കേട്ടോ. ദൈവമക്കളെ, when we are sidelined, we may get angry, we will be discouraged, we will murmur against God. God, you have done injustice towards me. നമ്മളെ മറ്റുള്ളവർ ഒതുക്കുമ്പോ, നമുക്ക് അർഹിക്കുന്ന ബഹുമാനവും സ്ഥാനവും തരാതിരിക്കുമ്പോ
പലപ്പോഴും നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടാറുണ്ട്. നാം അതിനെതിരെ പ്രതികരിക്കാറുണ്ട്, നാം അതിനെതിരെ ശബ്ദമുയർത്താറുണ്ട്. പക്ഷേ കാലേബ് അതൊന്നും ചെയ്തില്ല കേട്ടോ. സ്തോത്രം. ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് വെറുതെ ആയോ? ഞാനും എൻ്റെ സഹോദരനും ഒരുമിച്ചല്ലേ ഇറങ്ങി തിരിച്ചത്? നീ അവരെ ഓണർ ചെയ്തപ്പാ, എന്നെ നീ എന്തിനു തള്ളിക്കളഞ്ഞു? കാലേബ് ചോദിച്ചില്ല. താങ്ക് യു ജീസസ്. നമുക്കും ഈ അനുഭവങ്ങൾ പലയിടത്തും ഉണ്ടാകാറുണ്ട്. നമ്മുടെ കൂടെ ഇറങ്ങി തിരിച്ച പലരും നമ്മളെക്കാട്ടിലും ഒത്തിരി മുമ്പിലെത്തിയതായിട്ട് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് കർത്തദാസന്മാരായ ഞങ്ങൾക്ക് കൂടെ പഠിച്ചവരെ ദൈവം ശക്തമായി ഉപയോഗിക്കുമ്പോൾ, ലോകരാജ്യങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോൾ, ചിലരുടെയൊക്കെ കമന്റുകൾ കേൾക്കുമ്പോൾ ഒതുങ്ങിപ്പോയ ഫീലിംഗ് ഉണ്ടാവും. ഞാൻ സെമിനാരിയിൽ എൻ്റെ മാസ്റ്റേഴ്സിന് പഠിക്കുമ്പോൾ ഐ വർക്ക് വെരി ഹാർഡ്. കാരണം മോളുണ്ടായതിനു ശേഷമാണ് ഞാൻ മാസ്റ്റേഴ്സിന് പോകുന്നത്. വളരെ വളരെ പ്രയാസപ്പെട്ട ദിവസങ്ങൾ. നിങ്ങൾക്കറിയാൻ മേത്തൊരു കാര്യം, ബൈബിൾ കോളേജിൽ മാസ്റ്റേഴ്സിന് വളരെ ഫീസ് കൂടുതലാണ്, ചെലവുകൾ വളരെ വലുതാണ്. വരുമാനമില്ലാത്ത അവസ്ഥയിൽ വിവാഹിതനും കുഞ്ഞും ഒക്കെ ഉണ്ടായപ്പോൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ അവിടെയും ദൈവവചനം പഠിക്കുമ്പോൾ ഉഴപ്പരുതെന്നുള്ള ചിന്തയിൽ വീട്ടിൽ നിന്ന് ഞാൻ ഡേ സ്കോളറായിരുന്നു, പോയി വരുമായിരുന്നു. മറ്റ് സബ്ജക്റ്റുകൾക്കെല്ലാം നല്ല മാർക്കോടെ ഞാൻ പാസ്സായപ്പോൾ എൻ്റെ ചർച്ച് ഹിസ്റ്ററിയുടെ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്രയും മാർക്കില്ല, മോശമല്ലാത്ത മാർക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ പേപ്പറുമായിട്ട് ആ അധ്യാപകനെ സമീപിച്ചപ്പോൾ ആ അധ്യാപകൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: ജെയിംസ്, നിനക്ക് പഠിക്കാൻ എവിടെ സമയം കിട്ടുന്നു? എൻ്റെ പേപ്പറിൽ ന്യായമായിട്ട് വീഴേണ്ട മാർക്ക് വീണിട്ടില്ല. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ രോഷമുണ്ടായി. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കീപ് ക്വയറ്റ്. പിന്നീട് എനിക്ക് കാര്യം പിടികിട്ടിയത്, നമ്മുടെ ഉത്തരക്കടലാസിൽ വീഴുന്ന മാർക്ക് കൊണ്ടല്ല ദൈവം നമ്മളെ യൂസ് ചെയ്യുന്നത്. താങ്ക് യു ജീസസ്. ആമേൻ. പലപ്പോഴും നമ്മൾ ഒരു കോമ്പറ്റീഷൻ മൂഡിലേക്ക് നമ്മൾ പോകാറുണ്ട്, കംപ്ലൈനിങ് ചെയ്യാറുണ്ട്, പലപ്പോഴും നമ്മൾ അതിനെ എതിർക്കാറുണ്ട്. ഒരു ദൂതി ഞാൻ ദൈവമക്കളോട് കൈമാറട്ടെ. കാലേബ് മോശയുടെ സക്സസർ അല്ലായിരുന്നുവെങ്കിലും, മോശയുടെ പിന്തുടർച്ചക്കാരനായി അടുത്ത ലീഡർഷിപ്പ് പദവിയിലേക്ക് കാലേബ് വന്നില്ലെങ്കിലും, കാലേബിനെ ദൈവം മാനിച്ചത് എങ്ങനെയെന്നറിയാമോ? യേശു കർത്താവിന്റെ വംശാവലിക്കകത്ത് കാലേബുണ്ട്. കാരണം കാലേബ് വാസ് ഫ്രം ദ ട്രൈബ് ഓഫ് ജൂദ. യഹൂദ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു കാലേബ്. അതുകൊണ്ട് യോശുവയെ ഓണർ ചെയ്തപ്പോ ആ വലിയ ഹൃദയം കൊണ്ട് അതിനെ അംഗീകരിച്ചത് മുഖാന്തരം ദൈവം കാലേബിനെ മാനിച്ചു. What a great honor. മനുഷ്യന് നമ്മളെ ബഹുമാനിച്ചില്ല, അർഹിക്കുന്ന ബഹുമാനവും ആദരവും തന്നില്ല എന്നോർത്ത് ഭാരപ്പെടരുത് കേട്ടോ. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് നമ്മെപ്പറ്റി വലിയൊരു പിക്ചറുണ്ട്. ദൈവത്തിന് നമ്മെപ്പറ്റി വലിയ പദ്ധതികളുണ്ട്. നമ്മുടെ ദൈവം വലുതാകൊണ്ട് നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Third thing, Caleb completely trusted God. കാലേബിന്റെ പൂർണ്ണ ആശ്രയം ദൈവത്തിലായിരുന്നു. കാലേബ് വിശ്വാസത്താൽ ചലിക്കുന്ന മനുഷ്യനായിരുന്നു. കാലേബ് ഭയത്തിൽ ചലിക്കുന്ന ആളല്ലായിരുന്നു. Caleb was faith motivated, not fear motivated. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ 2.5 മില്യൺ ഇസ്രായേൽ ജനങ്ങൾ, അതിനകത്ത് 12 പേരെയാ തെരഞ്ഞെടുത്തത്. മില്യൺസിന്റെ അകത്തുനിന്ന് 12 പേരെ തെരഞ്ഞെടുക്കണമെങ്കിൽ 12 പേരും എന്തെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കുമല്ലോ. പക്ഷേ മനുഷ്യൻ കഴിവ് നോക്കി തെരഞ്ഞെടുത്ത ബാക്കി 12 പേരെയും ഭയം വഹിച്ചപ്പോ, ഭയം അവരെ കൊണ്ടുപോയപ്പോ, അവർ
നെഗറ്റീവ് ന്യൂസ് പറഞ്ഞ് മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞപ്പോൾ, അവരുടെ ഹൃദയത്തെ ഭയം മതിച്ചപ്പോൾ, ദൈവമക്കളെ, ജോഷുവയെ മുന്നോട്ട് നടത്തിയത് ഭയമല്ല, വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വിശ്വാസം എങ്ങനെയാണോ അപ്രകാരമാണ് പിശാചിന് ഭയം. Fear is to devil what faith is to God. As God uses faith to move us strong, the devil uses fear to make us weak. ദൈവം നമ്മെ ബലപ്പെടുത്തുവാനായി വിശ്വാസത്തെ ഉപയോഗിക്കുമ്പോൾ, പിശാച് നമ്മെ ക്ഷീണിപ്പിക്കുവാനായി ഭയത്തെ ഉപയോഗിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് വിശ്വാസത്തെ ഉപയോഗിക്കാം. Look beyond the circumstances that you are facing right now. ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ അപ്പുറമായി ഒരു വിശ്വാസത്തിന്റെ കണ്ണുകൾ നിങ്ങൾക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കണ്ണുകളുള്ളവർ ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയിരിക്കും. സ്തോത്രം. യോശുവയും കാലേബും മറ്റുള്ള ഒറ്റുനോക്കാൻ പോയവരുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? അവരെല്ലാം ഒരുപോലെ അല്ലേ ആ നാടിനെ നോക്കി കണ്ടത്? അവർ കണ്ടതിന്റെ കുഴപ്പമാണോ? അവരുടെ കണ്ണിന്റെ കുഴപ്പമാണോ? അതോ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണോ? കാഴ്ചയിലല്ലായിരുന്നു, കാഴ്ചപ്പാടിലായിരുന്നു വ്യത്യാസം. ജോഷുവയും കാലേബും ബാക്കി 10 പേരും കണ്ടത് മല്ലന്മാരെ തന്നെയാണ്. അതേ, ആ ദേശം അടച്ച് ഉറപ്പാക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളെ കാണിക്കാറില്ലേ, സൺസെറ്റ് വ്യൂ ഒക്കെ കാണാമെന്ന വ്യൂ പോയിന്റ് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, അതുപോലെ ഇവരെല്ലാം ഒരുമിച്ച് നിന്നാണ് കണ്ടത്. അവരിൽ 10 പേരും ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ, മാനുഷിക കണ്ണുകൊണ്ട് ആ പ്രശ്നത്തെ കണ്ടപ്പോ, പിശാച്, എതിർപ്പ് ഭീകരനായിട്ട് അവർക്ക് തോന്നി, മല്ലന്മാരായിട്ട് അവർക്ക് തോന്നി, അതികായന്മാരായി അവർക്ക് തോന്നി. എന്നാൽ സ്തോത്രം, അവരെ തന്നെ പുൽച്ചാടികളെ പോലെ, ഗ്രാസ് ഹോപ്പേഴ്സ് ആയിട്ട് തോന്നി. കാലേബിനെ ശ്രദ്ധിച്ചേ, ഹിസ് വ്യൂ വാസ് ഫ്രം ഗോഡ്സ് പെർസ്പെക്റ്റീവ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ദൈവത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. കാലേബ് കണ്ടത് ആത്മകണ്ണുകൾ തുറന്നായിരുന്നു. അവൻ കണ്ടത് ഫാക്റ്റായിരുന്നു എങ്കിലും അവൻ ആ ഫാക്റ്റിനെ മാറ്റി നിർത്തിയിട്ട് ഫെയ്ത്തിനെ പ്രതിഷ്ഠിച്ചു. കാലേബ് പറഞ്ഞു, സത്യമായിരിക്കും, പക്ഷേ എൻ്റെ ദൈവം അതിനേക്കാൾ വലിയ ദൈവമാണ്. ഫിയർ ഓർ ഫെയ്ത്ത്. ഒന്നുകിൽ നിങ്ങളുടെ ഭയമായിരിക്കും നിങ്ങളെ നയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. ഭയമാണ് നയിക്കുന്നെങ്കിൽ നിങ്ങൾ ഇൻസെക്യൂർ ആണ്. ഭയമാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വയമായി വിശ്വാസം ഉണ്ടാകത്തില്ല. ഭയമാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ കൊള്ളത്തില്ല എന്ന ചിന്ത ഉണ്ടാകും. എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നോ ചിന്ത ഉണ്ടാകും. You will be disappointed and you will start comparing yourself. നിങ്ങൾ പറയും, I am small. പക്ഷെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വിളിച്ചു പറയും. ദൈവമക്കളെ, കാലേബ് ദൈവത്തിൽ ആശ്രയിച്ചത്, നോട്ട് ഈവൻ മോശയെ പോലും അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നില്ല. When you trust God, ആമേൻ, ദൈവത്തിൽ ആശ്രയിച്ചപ്പോ കാലേബ് ഒരു മൈനോറിറ്റിയിലേക്ക് തള്ളപ്പെട്ടു. He was not in the midst of crowd. He was not a crowd pleaser, but he was very vocal in what he said. ജനക്കൂട്ടം നമ്മളൊരു അഭിപ്രായം, നമ്മൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു കാര്യം പറഞ്ഞു, മറ്റുള്ളവർ എതിർക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ നമ്മൾ ആ സീനിൽ നിന്നും അപ്രത്യക്ഷമാകും. കാരണം എന്തെന്നറിയാമോ? നമ്മളെ അല്ലെങ്കിൽ നമ്മെ ഒറ്റപ്പെടുത്തും. നമ്മളെ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കിട്ടിക്കൊണ്ടിരുന്ന അംഗീകാരം ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കാലേബ് അങ്ങനെയല്ല.
കാലേബ് ദൈവം തനിക്ക് കൊടുത്ത ബോധ്യത്തിനകത്ത് ഉറച്ചു നിന്നു. ആരെന്തോ പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല, മോശയല്ല എനിക്ക് വിഷയം, എന്റെ ദൈവമാണ് എനിക്ക് വിഷയം. ഹല്ലേലൂയ. കാലേബ് ട്രസ്റ്റഡ് ഗോഡ്. അവൻ ദൈവത്തിൽ പൂർണ്ണമായി അവൻ ആശ്രയിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയാ, ഇൻ ഗോഡ്സ് ഹെൽപ്പ് വി ക്യാൻ അച്ചീവ്. ദൈവത്തിന്റെ സഹായത്തോടെ അത് നേടുവാൻ കഴിയും. ദൈവത്തിന്റെ സഹായത്തോടെ എനിക്ക് ജയിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സഹായത്തോടെ എനിക്കതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഇന്ന് രാത്രി എത്ര പേര് പറയും, വിത്ത് മൈ ഗോഡ് ഐ ആം ഏബിൾ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ദൈവമക്കളെ, നമ്മൾ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളൊരു മൈനോറിറ്റി ആയിരിക്കും. But are you bold enough to stand up and talk your conviction of God? ദൈവം നിങ്ങൾക്ക് പകർന്നിരിക്കുന്ന കൺവിക്ഷൻസിനെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബോധ്യത്തെ, ദൈവം നിങ്ങൾക്ക് തന്ന വചന വെളിപ്പാടിനെ ആരൊക്കെ എതിർത്താലും വിളിച്ചു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. We need to please God, not the people. ദൈവത്തെയാണ് നമ്മൾ പ്ലീസ് ചെയ്യേണ്ടത്. ആമേൻ. ദൈവമക്കളെ, നാം മനുഷ്യരെ എത്ര പ്ലീസ് ചെയ്താലും they will let you down. അവർ നമ്മളെ താഴെയിടും. But my God will not. ദൈവം ഒരിക്കലും നമ്മളെ താഴെയിടത്തില്ല. He will never disappoint us. അതാണ് 118 സങ്കീർത്തനം 8 വാക്യം പറയുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ദൈവമക്കളെ, ഇന്നു രാത്രി നമ്മുടെ ആശ്രയങ്ങൾ കർത്താവിലോട്ടൊന്ന് വെച്ചാട്ടെ. മനുഷ്യരിൽ ആശ്രയിച്ചത് മതിയെന്ന് ആ പാട്ടുകാരനോട് ചേർന്ന് പറയാം. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട, നിശ്ചയമായി ദൈവത്തിൽ ആശ്രയമോ അതിലൊന്നാണ് എനിക്ക് അഭയം. People will reject you. They will excommunicate you. They will hate you. They will marginalize you. They will put you down. They will throw stones at you. They will write against you. They will spread gossip against you. നിങ്ങൾക്കെതിരെ ചിലപ്പോ ദുർവർത്തമാനത്തെ പരത്തിയിരിക്കാം. But one thing, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, നീ ക്രിസ്തുവിന്റെ സുഗന്ധമാകയാൽ നിന്റെ മേൽ എത്ര ചെളിവാരി എറിഞ്ഞാലും നിന്റെ അകത്തുനിന്ന് ദുർഗന്ധം പുറത്തു വരത്തില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂതാ ഞാൻ പറയുന്നത്, വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് യു വിൽ കം ഔട്ട്. മുന്തിരിങ്ങായ ഞെക്കുമ്പോൾ, മുന്തിരിങ്ങായ സ്ക്വീസ് ചെയ്യുമ്പോൾ അതിനെ അരച്ചാലും മുന്തിരിച്ചാരെ പുറത്തു വരുത്തുള്ളൂ. കരിമ്പ് എത്ര ഞെരിഞ്ഞമർന്നാലും കയ്പ് രസമല്ല അതിനകത്തുനിന്ന് വരുന്നത്. കാരണം ആ തണ്ടിനകത്തിരിക്കുന്ന മധുരമാണെങ്കിൽ, ദൈവമക്കളെ, പ്രശ്നത്തിലൂടെ പോകുമ്പോൾ കയ്പല്ല വരേണ്ടത്, പ്രശ്നത്തിനകത്തൂടെ പോകുമ്പോൾ മാറയല്ല വരുന്നത്. നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസം, നിന്റെ അകത്തിരിക്കുന്ന ദൈവാശ്രയം, നിന്റെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പുറത്തു വരണം. No complaints. He was a slave brought together. മറ്റുള്ളവരുടെ കൂടെയാ കൊണ്ടുവന്നത്. പക്ഷെ വാഗ്ദത്തത്തിൽ കയറുന്നത് 85 വയസ്സിലാണ്. നോ കംപ്ലൈൻസ്. ദാവീദ് പറഞ്ഞൊരു കാര്യമാണ് എന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. 1 ശമൂവേൽ 17 34-37 വാക്യമാണ്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കും. When I'm afraid, I will trust God. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ ഭയപ്പെടുന്ന നാളിൽ? ഞാൻ ഭയപ്പെടത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഭയപ്പെടുന്ന സമയത്ത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. യഹോശഫാത്ത് പറഞ്ഞു, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, എന്റെ വൈരികൾ, എന്റെ ശത്രുക്കൾ പെരുകിയിരിക്കുകയാണ്. I don't know what to do, but I do one thing. I fix my eyes on God. എന്റെ കണ്ണുകൾ നിന്നിലേക്ക് ഉയർത്തുകയാണ്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ എന്റെ യഹോവയിൽ ആശ്രയിക്കും. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ട്രസ്റ്റ് ഗോഡ്.
ദൈവത്തിൽ ആശ്രയിക്കാം. 1 ശമൂവേൽ 17:34 ദാവീദിന്റെ മനോഹരമായ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. ഗോലിയാത്തിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി ഗോലിയാത്തിന് സമാനമായ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഓർക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്നലകളിൽ നിങ്ങളെ ദൈവം നടത്തിയ ജയത്തിന്റെ ഓർമ്മകൾ നിങ്ങൾ ഓർത്തെടുക്കണം. അതാണ് ദാവീദ് ചെയ്തത്. He said, when I was attacked by lion and bear, he said, it was God who worked for me. ഞാനൊരു സിംഹത്തെ, ഞാനൊരു കരടിയെ നേരിട്ടപ്പോ എൻ്റെ ദൈവം കാട്ടിൽ എനിക്ക് ജയം തന്നെങ്കിൽ ഈ നാട്ടിലും എന്നെ ദൈവം ജയോത്സവമായിട്ട് നടത്തും. കാട്ടിൽ കൂടെ ഇരുന്ന ദൈവം എനിക്ക് വേണ്ടി നാട്ടിലും ജയം തരും. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി? ഹല്ലേലൂയ. അയ്യോ, കാട്ടിൽ ഈ മൃഗങ്ങളോട് പോരാടിയപ്പോൾ എന്നെ ജയത്തിലേക്ക് നടത്തിയ ദൈവം ഈ അഗ്രചർമ്മിയെ ജയിപ്പാൻ എനിക്ക് കൃപ തരും. ദൈവത്തിന്റെ ശത്രു എന്റെ ശത്രുവാണ്. 40 ദിവസം അവർ കേട്ട വെല്ലുവിളി അവന്റെ സഹോദരന്മാരുടെ കർണപുടങ്ങൾക്ക് സംഗീതമായി പോയി. ആ പ്രശ്നം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി പോയി. ദൈവമക്കളെ, ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ മാറാത്ത രോഗം, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗം, എത്ര കൃപാവര പ്രാപ്തന്മാര് പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗം സ്വകാര്യ സമ്പത്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുക, ചലഞ്ച് ചെയ്യുക. പരിശുദ്ധാത്മാവ് ദാവീദിന്റെ സഹോദരന്മാർക്ക് വെല്ലുവിളി ജീവിതത്തിന്റെ ഭാഗമായി. അവർക്കതിനകത്ത് ഒരു അസ്വസ്ഥതയും ഇല്ലാതായി. ആദ്യ ദിവസമൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്കതില്ലാതെ ഉറങ്ങാൻ പറ്റാണ്ടായി. ബിജിയുടെ വീട് ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലായിരുന്നു. ഞങ്ങളുടെ വീട് ഒരു പാടം നികത്തി വെച്ച ക്വയറ്റായിട്ടൊരു സ്ഥലത്ത്. അപ്പോൾ കല്യാണം കഴിച്ച് ബിജിയുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവർ ആ റോഡിലൂടെ പോകുന്ന പാണ്ടി ലോറിയുടെയൊക്കെ ആ കുലുക്കം ആ വീട്ടിൽ കിടന്നുകൊണ്ട് അനുഭവിക്കാൻ പറ്റും. ബിജി നല്ല കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഞാൻ ജനലിൽ കൂടെ നോക്കും, ഇതെന്നാ പരിപാടിയായത് രാത്രി. അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾ റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ട്രെയിനിൻ്റെ കൂക്കുവിളിയൊന്നും ഇല്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ചിലർക്ക് ഫാൻ, ഈ സെൻട്രലൈസ്ഡ് AC ആണെങ്കിൽ ഒരു ഫാനൊക്കെ മേടിച്ച് വെച്ച് അതിൻ്റെ ആ ശബ്ദമൊക്കെ കേട്ടെങ്കിലേ ഉറക്കം വരത്തുള്ളൂ. അതുപോലെ ഈ 40 ദിവസത്തെ വെല്ലുവിളി ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ കയറി വന്നപ്പോൾ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുന്നവൻ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നവൻ, പ്രശ്നങ്ങളുടെ നടുവിൽ ഭയപ്പെടുന്ന നാളിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് ഡിക്ലെയർ ചെയ്തവൻ കയറി വന്നപ്പോൾ കഥ മാറി കേട്ടോ, ചരിത്രം മാറി. ഇന്ന് രാത്രി അഭിഷേകം ചിലതിൻ്റെ ചരിത്രം മാറ്റാൻ പോകുക. അഭിഷേകം ചിലതിൻ്റെ ചരിത്രം മാറ്റുവാൻ പോകുകയാണ്. ഓ, അയ്യോ, അച്ചാച്ചൻ കാണുന്ന പോലെ അല്ല നീ കാണാൻ പോകുന്നത്. സഹോദരന്മാർക്ക് പാടി പതിഞ്ഞൊരു പാട്ടായിരിക്കും അത്, പക്ഷെ നീ വ്യത്യസ്തനാണ്. യു ഹാവ് എ ഡിഫറെന്റ് സ്പിരിറ്റ്, യു ഹാവ് എ ഡിഫറെന്റ് കോളിംഗ്. രാത്രി പറ, എന്റെ ആത്മാവ് വ്യത്യാസമാണ്. ദൈവത്തിന്റെ സഹായത്തോടുകൂടെ ദാവീദ് ഫെലിസ്ത്യ മല്ലനെ താറടിച്ചു കളഞ്ഞെങ്കിൽ രാത്രി ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, ദാനിയേലിനെ ഞാൻ പിക്ചറിൽ കൊണ്ടുവരികയാണ്. ദാനിയേല്, ഹി ട്രസ്റ്റഡ് ഗോഡ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 11-12. ഇതൊന്നും അറിയാമത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. ദാനിയേൽ എന്തുവാ ചെയ്തത്? എന്തും ചെയ്തു വരുന്ന പോലെ സ്പെഷ്യൽ ഫാസ്റ്റിംഗ് പ്രയർ ഒന്നും അറേഞ്ച് ചെയ്തില്ല. നോ 40 days or 21 days. നമ്മുടെ ഒരു പ്രശ്നം, ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുവല്ല, പ്രശ്നം വരുമ്പോൾ ഒരു ഭക്തിയും പ്രശ്നം മാറിക്കഴിയുമ്പോൾ ഒരു ഭക്തിയും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മൾ ആ പ്രശ്നത്തിനകത്തൂടെ പോകുമ്പോഴുള്ള നമ്മുടെ ആ ഭക്തിയും ദൈവസ്നേഹവും ആ ഒരു ഡെഡിക്കേഷനും നിലനിർത്താൻ പറ്റിയ ഉണ്ടല്ലോ, മൈ ഗോഡ്, നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. ദാനിയേൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും അടക്കിയപ്പോ
അവനെ സെർച്ച് ചെയ്യുന്നവർ നോക്കിയപ്പോൾ അവനെപ്പറ്റി പറഞ്ഞത് അവനവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവർക്ക് മനസ്സിലായി. ദാനിയേലിൻ്റെ പ്രാർത്ഥനാ വിഷയമൊന്നും അവിടെ എഴുതിയിട്ടില്ലെങ്കിലും അവൻ്റെ ശത്രുക്കൾക്ക് മനസ്സിലായി അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെന്ന്. അവൻ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ദാനിയേലിന് വേണ്ടി സിംഹത്തെ ദൈവം ദാനിയേലിൻ്റെ മുന്നിൽ മുട്ടുകുത്തിച്ചു. താങ്ക് യു ജീസസ്. മക്കളെ, നിങ്ങൾ സിംഹത്തിൻ്റെ കൈയൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാനൊരു സിംഹത്തിനെ അടുത്ത് ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഊഹിച്ചതിനേക്കാളും വളരെ പവർഫുൾ ആയിട്ടൊരു അനിമലാണ്. പക്ഷേ സിംഹത്തെ മുട്ടുകുത്തിച്ച ദൈവകരം, സിംഹത്തിൻ്റെ വായടച്ച ദൈവകരം. ദൈവമക്കളെ, നമ്മിൽ പലരും ഈ പാൻഡമിക്കിൻ്റെ നടുവിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മളിൽ പലർക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ബിസിനസ് നഷ്ടപ്പെട്ടവരുണ്ട്, സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചവരുണ്ട്. ചിലർ ഭാവിയെപ്പറ്റി ആശങ്കകളായിരിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഈ സങ്കീർണത നിറഞ്ഞ ലോകത്ത് ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം പറയാം. ഐ വിൽ ട്രസ്റ്റ് മൈ ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. മൈ ഗോഡ് ഈസ് ഹോൾഡിംഗ് മൈ ഹാൻഡ്സ്. എൻ്റെ ദൈവം എൻ്റെ കരത്തിൽ പിടിച്ചേക്കുക. ഇതെൻ്റെ ബുക്കിനകത്ത് ഈ മെസ്സേജ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു വെളിപ്പാടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ടൊരു രംഗം ഇതാണ്. ഒരു കൊച്ചു കുഞ്ഞൊരു അപ്പൻ്റെ കയ്യിൽ പിടിച്ച് ഞാലുന്നത് പോലെ. അത് തന്നെയാണ് ഞാൻ കണ്ടത്. ഒരു കൊച്ചു കുഞ്ഞൊരു അപ്പൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. ഹോൾഡ് ഓൺ യുവർ പ്രോമിസസ്. He will never leave you nor forsake you. കർത്താവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു തൂങ്ങിക്കോളാനാണ് ഇന്ന് രാത്രി പറയുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് അവൻ്റെ ബലമുള്ള അപ്പൻ്റെ കയ്യിൽ പിടിക്കുന്ന പോലെ ഇന്ന് രാത്രി കർത്താവ് നിന്നെ കയറി പിടിക്കുകയാണ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ, അനേക രാജമുടി ശിരസിൽ വഹിക്കുന്ന കർത്താവ്. ഓ ഹല്ലേലൂയ, നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ സമയം തീരാറായി. 4ാമത്തെ പോയിന്റ്, Caleb was bold and had a spirit of enlargement. ഞാൻ അതിശയിക്കുവാണ്. 85ാമത്തെ വയസ്സിൽ ഈ വ്യത്യസ്തനായ മനുഷ്യൻ, he was not weary, he was not disappointed, he never loses faith. ഈ മനുഷ്യന്റെ വിശ്വാസം പോയിട്ടില്ല. 45 വർഷം പോയി. 45 വർഷത്തിന് മുമ്പാണ് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്. But that man hold on his promises. ഒരു കൊച്ചു കുഞ്ഞ് അപ്പന്റെ കൈ പിടിച്ച് തൂങ്ങുന്ന പോലെ, ആമേൻ, കാലേബ് വാഗ്ദത്തത്തിൽ തൂങ്ങിക്കിടന്നു. യെസ്, ഹല്ലേലൂയ. യോശുവ രാജ്യം വിഭാഗിച്ച് ദൈവമക്കൾക്ക് കൊടുക്കുമ്പോൾ he claimed the promise. Just God promised me. എനിക്ക് ദൈവം, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ആ ദേശം നീ എനിക്ക് തരണം. താങ്ക് യു ജീസസ്. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 19-20 വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ നീക്കുവാൻ കഴിഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ നീക്കിക്കളഞ്ഞു. 2 കൂട്ടർ, ഒരു കൂട്ടർക്ക് നീക്കിക്കളയാൻ പറ്റിയില്ല. പക്ഷെ വിശ്വാസത്തിൽ ചലിച്ച, ബോൾഡായിട്ടിരുന്ന, സ്പിരിറ്റ് ഓഫ് എൻലാർജ്മെന്റ് ഉണ്ടായിരുന്ന മനുഷ്യൻ പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഞാൻ അവരെ നീക്കിക്കളയും. ആമേൻ. കാലേബ് ചോദിക്കുന്ന സ്ഥലം, ആമേൻ, യോശുവയോട് ചോദിക്കുന്ന സ്ഥലം, ഹല്ലേലൂയ, he is asking the most difficult part, the hill part. ഹെബ്രോൻ ഒരു കുന്നാണ്. അവിടെ മല്ലന്മാരുള്ള സ്ഥലമാണ്. അദ്ദേഹം പറയാണ് 12ാമത്തെ വാക്യത്തിൽ, I am still able to drive the giants with the help of my God. അദ്ദേഹത്തിന്റെ ദർശനം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല, ധൈര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല, ദൈവത്തിലുള്ള ഫോക്കസ് മാറിപ്പോയിട്ടില്ല. പെന്തക്കോസ്തുകാരായ ദൈവമക്കളെ, വിശ്വാസികളായ ദൈവമക്കളെ, ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, 45ാമത്തെ വയസ്സിൽ ഞാൻ
ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്, എനിക്ക് വാഗ്ദത്തം തന്നതാണ്. ഇന്നെനിക്ക് 85 വയസ്സുണ്ട്. കാലേബ് ധൈര്യമായിട്ട് പറയുക, ഞാൻ ഇറങ്ങിയ നാലത്തെ പോലെ എനിക്ക് ഇന്നും ശക്തിയുണ്ട്, എന്റെ കയ്യിൽ തരിക. ഞാനായിരുന്നെങ്കിൽ 85 വയസ്സുള്ള വയോവൃദ്ധൻ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേര്, മക്കളെ പല്ലൊക്കെ കൊഴിഞ്ഞടാ, വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന കാലത്ത് വലിയ സ്റ്റെപ്പൊന്നും കയറാത്ത, മലയൊന്നും ഇല്ലാത്ത നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം നീ എനിക്ക് തന്ന നല്ലതായിരിക്കും കേട്ടോ. നിനക്കെന്നെ നല്ല റെക്കമെൻഡേഷൻ കൊടുത്തത്, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരൂടെ അല്ലയോടാ പോയത്, എന്നെ ഒന്ന് ഗവനിച്ചേക്കണേ എന്ന് ഞാനാണെങ്കിൽ പറഞ്ഞേനെ. ഈ അമേൻ കാലേബ് അത് പറഞ്ഞില്ല. കാലേബ് പറഞ്ഞു, ഏറ്റവും കട്ടിയുള്ള ഭാഗം എനിക്കിതാ, ഏറ്റവും പ്രയാസകരമായിട്ട് എനിക്കിതാ. അമേൻ കാലേബ് എന്താ അത് പറയാൻ കാരണം എന്തറിയാമോ? കാലേബിന് അറിയാമായിരുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല. ആ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രായമല്ല എനിക്ക് വിഷയം. കാലേബ് തന്നിലേക്ക് തന്നെ നോക്കുന്നവനല്ലായിരുന്നു, കാലേബ് തൻ്റെ ദൈവത്തെ നോക്കുന്നവനായിരുന്നു. പ്രശ്നത്തിൻ്റെ നടുവിൽ നമുക്ക് പറ്റുന്നത് നാം സാഹചര്യങ്ങളെ നോക്കി വിറങ്ങലിച്ചു നിൽക്കും. എന്നാൽ ഇന്നു രാത്രി 30ഓളം ഡിവൈസസ് ഇതിൽ കണക്റ്റഡ് ആണെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, don't look to your circumstances, look to your big God. He is bigger than your problems. He is bigger than your circumstances. He is bigger than your debts. Hallelujah. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Hallelujah. Amen. 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 Hallelujah. ദൈവമക്കളെ, ആവർത്തനം 9:2 പറഞ്ഞു, അവിടെ താമസിച്ചവർ മോശക്കാരൊന്നുമല്ല, അവർ അനാക്യ മല്ലന്മാരായിരുന്നു, അവർ ഭയങ്കര പൊക്കമുള്ളവരായിരുന്നു. പക്ഷേ കാലേബ് ആ ഹെബ്രോൺ പിടിച്ചടക്കി. സ്തോത്രം. ഇവിടെ എഴുതിയേക്കുന്നത് അനാക്കിന്റെ 3 പുത്രന്മാരെ അവിടുന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാ, ശത്രുക്കളെ അവൻ ഓടിച്ചു കളഞ്ഞു. He was not affected with peer pressure. കൂട്ടുകാരുടെ വാക്ക് കേട്ടും ആമേൻ ആമേൻ മടിച്ചു നിൽക്കുന്നവനല്ലായിരുന്നു കാലേബ്. He was all around negatives. ആമേൻ. മറ്റുള്ളവർ ഒരു സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അല്ലായിരുന്നു കാലേബ് നിൽക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ പ്രോമിസിന് കാലേബ് കണ്ണു പറിച്ചില്ല. കാലേബിന്റെ സ്പിരിറ്റിന്റെ പ്രത്യേകത, he was willing to stand alone in faith. He was willing to persist over time. 45 വർഷം willing to see with the spiritual eyes, the eyes of faith. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കാണുവാൻ ആ മനുഷ്യൻ തയ്യാറായിരുന്നു. Hallelujah. Thank you, Jesus. Oh, we praise you, Master. Hang on your promises. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പിടിച്ചു തൂങ്ങിയാട്ടെ. His attitude was different. ദൈവമക്കളെ, Hallelujah. Thank you, Jesus. ഞാൻ മുന്നിലോട്ട് പോട്ടെ. 5ാമത്തെ പോയിന്റ് ഞാൻ പറയട്ടെ. Caleb passed on this different spirit to the next generation. തൻ്റെ മേലുണ്ടായിരുന്ന ഈ ആത്മാവിനെ അടുത്ത തലമുറയിലേക്ക് പകരാൻ കാലേബിന് പറ്റി. ഒന്ന് ശ്രദ്ധിക്കണേ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോ കാലേബ് പറയാണ്, അപ്പോൾ കാലേബ്, ന്യായാധിപന്മാരുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 1:12, അപ്പോൾ കാലേബ്, കിര്യത്ത് സേഫേർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കൾ ധൈര്യശാലികളായിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറമായി മരുമക്കളും അങ്ങനെ ആയിരിക്കണമെന്ന് കാലേബിന് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, മക്കൾക്ക് മാത്രം ആ സ്പിരിറ്റ് കിട്ടണമെന്നല്ല, മരുമക്കൾക്കൂടെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആമേൻ. നമുക്കറിയാം, അവിടെ എഴുതിയിരിക്കുന്നത് കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അത് പിടിച്ചു. ഒത്നിയേൽ ജയിച്ചു. അക്സയെ അവന് ഭാര്യയായിട്ട് കൊടുത്തു. മോള് മോശമായിരുന്നോ? അപ്പന്റെ മോള് തന്നെ ആയിരുന്നു അക്സ. 14-ാമത്തെ വാക്യം അല്ലേ? സ്തോത്രം. ലൈക്ക് ഫാദർ ലൈക്ക് ഡോട്ടർ എന്നാ അല്ലേ? അവള് പറയാ, ഡാഡി, അപ്പനോടൊരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. ഭർത്താവിനോട് എന്ന് പറഞ്ഞു. ഡാഡിക്ക് നല്ല പൈസ ഉണ്ട് കേട്ടോ. ഡാഡിയോട് ധൈര്യമായിട്ട് ചോദിച്ചോ,
ഞാനൊരു ആത്മീയമായിട്ടൊരു ദൂത് പറയാം. അവിടെ അപ്പൻ ആരാന്ന് അവൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അവൾക്കറിയായിരുന്നു, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകുവാൻ കഴിവുള്ളവനാണ് എൻ്റെ അപ്പൻ. അപ്പനെ പറ്റി വലിയ ഐഡിയ ഉണ്ടോ? അപ്പനെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ? ദൈവമക്കളെ, ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് യുവർ ഫാദർ? താങ്ക് യു ജീസസ്. ആ ദൈവത്തെ പറ്റിയുള്ള ഐഡിയ അറിയണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഓരോ കമൻറ്റ് കേട്ടാൽ മതി. അയ്യോ, ആരും എൻ്റെ കൂടെയില്ല, എൻ്റെ ദൈവം മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. നമ്മൾ വിചാരിച്ചേക്കുന്ന എല്ലാവരെക്കാട്ടിലും ഫീബിളാണ് നമ്മുടെ ഗോഡെന്നാണ്, ദൈവം എന്നാണോ? അപ്പനോട് ഒരു വയൽ ചോദിക്കാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുത്തൊന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം എന്ന് പറയുന്ന പോലെ അവൾ അങ്ങോട്ട് കാലേബിനോട് ചോദിച്ചില്ല. നല്ല അപ്പന്മാർക്ക് പിടികിട്ടും. നമ്മൾ പറഞ്ഞില്ലേ, വണ്ടി അവൾ പാർക്ക് ചെയ്തിട്ട് കയറി വന്നപ്പോഴേ അപ്പന് മനസ്സിലായി അവൾ എന്തോ ആവശ്യമായിട്ടാണ് വന്നേക്ക്. അവളോട് ചോദിക്കുക, നിനക്ക് എന്നാ വേണം, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. അവൾ അവനോട്, എനിക്കൊരു അനുഗ്രഹം തരണം, നീ എന്നെ തെക്കൻ നാട്ടിലേക്കാണ് കെട്ടിച്ചു വിട്ടത്, നീരുറവകൾ എനിക്ക് തരണമെന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. കാലേബ് പിടിച്ചടക്കിയ ഹെബ്രോൻ മല, ദൈവമക്കളെ, അത് പിതാക്കന്മാരുടെ, പാട്രിയാർക്സിന്റെ, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, റാഹേലിന്റെ ഒക്കെ കല്ലറകളുള്ള സ്ഥലമാണ്. ദൈവമക്കളെ, നിനക്കുള്ള പ്രശ്നം വലുതാണെങ്കിൽ നിന്റെ ഓഹരി വലുതാണെന്ന് ഓർത്തോണം. ദർശനത്തെ ഒന്ന് വലുതാക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്. ചിലർ പറയും നടക്കത്തില്ല, ഒരാത്മാവ് പോലും വിടുവിക്കപ്പെട്ട് വരത്തില്ല, ജോലി കിട്ടാൻ സാധ്യതയില്ല, ആ ബിസിനസ് ഇവിടെ വിജയിക്കത്തില്ല. പക്ഷെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കരുത് കേട്ടോ, നിങ്ങൾ അതിനൊന്നും ചെവി കൊടുക്കരുത്. ആമേൻ. ദൈവത്തിലേക്ക് നോക്കുക. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്, ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ റേസ്. അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. ഡു യു ബിലീവ് ഇൻ ദ ലോർഡ്? ദൈവത്തിൽ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്നു രാത്രി ഞാൻ പറഞ്ഞത് ആമേൻ മോട്ടിവേഷൻ ക്ലാസ് അല്ല പറഞ്ഞത്. യോശുവ 14:15 വാക്യം പറയുന്നു, ആമേൻ, അവൻ ആ ദേശം പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന് സമാധാനമുണ്ടായി. തൻ്റെ ജീവിതത്തിൽ കാലേബിൻ്റെ ശിഷ്ടകാലത്ത് പിന്നീട് യുദ്ധമുണ്ടായില്ല. ദൈവമക്കളെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. 2 റിവാർഡ്സ് ആണ്, 2 പ്രതിഫലമാണ് ദൈവം ആമേൻ കാലേബിന് കൊടുത്തതെന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ജോയ് ഓഫ് എൻറ്ററിങ് ദ പ്രോമിസ് ലാൻഡ്. വാഗ്ദത്ത നാട്ടിൽ കയറാൻ ഒരു ഭാഗ്യം കാലേബിന് കിട്ടി. One thing, ഞാൻ ഈ പറഞ്ഞതുപോലെ, he has a different spirit. Millions cannot enter into the promised land. പക്ഷേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ മനുഷ്യൻ പരാജയപ്പെട്ടു പോയില്ല. അവൻ ജനക്കൂട്ടത്തിൻ്റെ കൂടെ പിന്തള്ളപ്പെട്ടു പോയില്ല. അവൻ he possessed ഹെബ്രോൻ മല പിടിച്ചടക്കി. ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം, അവൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. He was able to, amen, to go through the promise of God. അവൻ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത്, ആ പ്രോമിസിലേക്ക് ദൈവം അവനെ നടത്തി. He could able to see the peace. സമാധാനം കാണാൻ കൃപ ദൈവം നൽകി. If you have promise, ദൈവം നമുക്ക് പ്രോമിസുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് വാക്ക് മാറാത്ത ദൈവമാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകരുത്. വാഗ്ദത്ത നാട്ടിൽ കാലേബിനെ എത്തിച്ചെങ്കിൽ ശിഷ്ടായിട്ട് സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടി ജീവിപ്പാൻ ദൈവിക സമാധാനത്തെ പകർന്നെങ്കിൽ കർത്താവിന്റെ രാത്രി ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആത്മാവിൽ അനുഗ്രഹിക്കട്ടെ. God bless you all. Amen.